ഭീകരമായ ഒരു കൊലപാതകത്തിന്റെ വാർത്തയാണ് രാജ്യ തലസ്ഥാനത്ത് നിന്നും ഇന്ന് കേട്ടത്. ദില്ലിയിൽ തെരുവിൽ കഴിഞ്ഞ 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്നു. പെൺകുട്ടിയുടെ മൃതദേഹം വനത്തിൽ നിന്നാണ് കണ്ടെത്തുന്നത്. കേസിൽ ടാക്സി ഡ്രൈവറെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്കും കുട്ടികളുടെ സുരക്ഷയ്ക്കുമായി എത്രയെത്ര പദ്ധതികൾ ഒരുക്കിയിട്ടും ഈ വിധം ക്രൂരതകൾ തുടരുകയാണ് രാജ്യ തലസ്ഥാനത്ത്. സർക്കാർ പദ്ധതികളുടെ കാര്യക്ഷമത തന്നെ പരിശോധിക്കും. ഡൽഹിയിലെ 10 വയസ്സുകാരിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവത്തിൽ പ്രതിഷേധവുമായി രാജസ്ഥാനിലെ ജനസേവ ഉഡാൻ അക്കാദമിയിലെ കുരുന്നുകൾ. ജനസേവ ഉഡാൻ അക്കാദമിയിലെ കുട്ടികൾ താമസിക്കുന്ന ചേരി പ്രദേശത്ത് ഡോക്ടർ സുനിൽ ജോസിനൊപ്പം അവർ പ്ലക്കാർഡുകളുമായി അണിനിരന്നു. ജനസേവ ഉഡാൻ അക്കാദമി under the leadership of Jose Maveli sir. We are working under the slums here in Ajmer, and yesterday, you know, that is one 11-year-old like this much, a girl was kidnapped from this slum in Delhi, not here, in Delhi, and she was raped and killed. So we are protesting against that one, and we will show this photo to the collector also. That is, every child has the right to live. Jai Hind, Jai Bharat. മാതാപിതാക്കളോടൊപ്പം തെരുവോരത്തെ കുടിലിൽ കിടന്നുറങ്ങിയ പെൺകുട്ടിയെ ക്രൂരനായ ഒരു ടാക്സി ഡ്രൈവറാണ് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി വനത്തിൽ ഉപേക്ഷിച്ചത്. ഇന്ന് ഈ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യം പോലും കൊടുക്കാത്ത സമൂഹവും അധികാരികളും മൗനം വെടിയണമെന്ന് ജനസേവാ ശിശുഭവൻ ചെയർമാൻ ജോസ് മാവേലി ആവശ്യപ്പെട്ടു. ഇന്ത്യ നമ്മുടെ ഇന്ത്യ എന്ന് മനസാക്ഷിയുള്ളവർക്ക് ഇപ്പോൾ പറയുവാൻ സാധിക്കാത്ത ഒരു ദുരവസ്ഥയിലാണ് നമ്മുടെ ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും നമ്മുടെ തെരുവുകളിൽ, ചേരികളിൽ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് കൊച്ചു മക്കളാണ് ജീവിതം വഴിമുട്ടി കഴിയുന്നത്. അവരാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച് കഴിയുന്നത്. പേടിച്ച് വിറച്ച് കഴിയുന്ന ആ കൊച്ചുമക്കളുടെ ജീവിതം. ഇന്നലെ ഒരു ദാരുണ സംഭവം ഉണ്ടായത്, അതൊന്നും വലിയ വാർത്തകളൊന്നും ആവുന്നില്ല. ഭരണകർത്താക്കളോ രാഷ്ട്രീയ പാർട്ടികളോ അത് കണ്ടമട്ട് കാണിക്കുന്നില്ല. മുഖ്യധാര മീഡിയാസും പത്രങ്ങളും ഒന്നും അത് മിണ്ടുന്നില്ല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയാൽ 11 വയസ്സുള്ള ഒരു പിഞ്ചു ബാലികയെ തെരുവിൽ അവരെ മാതാപിതാക്കളുടെ കൂടെ കിടന്നുറങ്ങിയപ്പോൾ ആ കൊച്ചിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് അതിനെ വഴിയിൽ കൊന്നുകളഞ്ഞിരിക്കുന്ന ആ ദാരുണ സംഭവം. തെരുവിലെ കുട്ടികളുടെയും ജീവൻ വിലപ്പെട്ടതാണ്. ഇത്തരം ആക്രമണങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നും എങ്കിൽ മാത്രമേ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ അടിയന്തിരമായി പ്രധാനമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വം ഇടപെടണമെന്നും തെരുവോരങ്ങളിലെ കുട്ടികൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകുന്ന സംരക്ഷണം നൽകാൻ നിയമനിർമ്മാണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു രാക്ഷസൻ ചെയ്ത ആ രാക്ഷസൻ ആ കൊച്ചുമകളെ പീഡിപ്പിച്ചു കൊന്ന സംഭവം, ഇതിന് ആരും തന്നെ ഒരു ശബ്ദം ഉയർത്തുകയോ ഈ വിവാഹത്തിന് വേണ്ടി ഒന്ന് രംഗത്ത് വരികയോ ആരും തന്നെ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയാണ്. ഇന്ത്യയുടെ തെരുവുകളിലും ചേരികളിലും ലക്ഷക്കണക്കിന് കൊച്ചുമക്കളാണ് ഇന്നും പട്ടിണിക്കോലങ്ങളായി, പഠിക്കുവാനും പറ്റാതെ ഭിക്ഷാടനത്തിനും ബാലവേലയ്ക്കും മറ്റ് അടിമകളായി ഇതുപോലെയുള്ള കപാലികമാരുടെ അല്ലെങ്കിൽ രാക്ഷസന്മാരുടെ കൈകളിൽപ്പെട്ട് പിടച്ചു മരിക്കുന്നത്. വാര്യത്തിൽ തന്നെ അമ്മയാകുന്ന കൊച്ചുമക്കൾ. ഇങ്ങനെയെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഈ കൊച്ചുമക്കളെ രക്ഷിക്കേണ്ടത് നമ്മുടെ ഭരണകർത്താക്കളാണ്, നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മുതൽ സകല ഭരണകർത്താക്കളും, സകല രാഷ്ട്രീയ പാർട്ടി നേതാക്കളും, സകല മത നേതാക്കളും ഒറ്റക്കെട്ടായി ഒത്തൊരുമിച്ച് ഈ വിവാഹത്തിന് വേണ്ടി ശബ്ദം ഉയർത്തി അതിനുള്ള ഒരു വലിയ പദ്ധതി രൂപീകരിച്ച്, ഇവരെ രക്ഷയ്ക്ക് വേണ്ടി വലിയൊരു പദ്ധതി രൂപീകരിച്ച് ഇന്ത്യയുടെ വികസനം ആദ്യമേ ചെയ്യേണ്ടത് ഈ മക്കളുടെ ജീവിതമില്ലാത്ത ഈ മക്കൾക്ക് വേണ്ടിയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഡൽഹിയിലെ പെൺകുട്ടിയുടെ ദാരുണ വാർത്തയറിഞ്ഞ ജനസേവ അക്കാദമിയിലെ കുട്ടികളെല്ലാം ഭയചകിതരാണ്. കാരണം ഇവരും തെരുവോരങ്ങളിൽ സുരക്ഷിതമല്ലാത്ത കുടിലുകളിൽ അന്തിയുറങ്ങുന്നവരാണ്. ജനസേവാ ശിശുഭവൻ ഇപ്പോൾ രാജസ്ഥാനിൽ ഡോക്ടർ സുനിൽ ജോസ് സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ ഒരു 3-4 വലിയ സെന്ററുകളായി ഏകദേശം 1000-ഓളം പിഞ്ചു ബാല്യങ്ങളെ ഈ ചേരികളിലും തെരുവുകളിലും കഴിയുന്ന ബാല്യങ്ങൾക്ക് ഇപ്പോൾ വിദ്യാഭ്യാസവും ഭക്ഷണവും നൽകി വരുന്നു.
കഴിഞ്ഞ 25 വർഷം കൊണ്ട് കേരളത്തിലെ തെരുവുകളിൽ നിന്നും ഏകദേശം 2000-ഓളം കുട്ടികളെയാണ് ജനസേവ രക്ഷപ്പെടുത്തി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചത്. ഇവിടെ ഇന്നത്തെ ഈ അവസ്ഥയിൽ പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ പാവം കൊച്ചുമക്കൾ ജീവിതം ലഭിക്കുക? അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മുതൽ സകല മന്ത്രിമാരോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, നിങ്ങൾ കണ്ണു തുറക്കൂ. ഈ വിഭാഗത്തിന് വേണ്ടി നല്ല നല്ല പദ്ധതികൾ ചേരികളിലും തെരുവുകളിലും കഴിയുന്ന ഈ കൊച്ചുമക്കളുടെയും അവരുടെ കുടുംബങ്ങളെയും രക്ഷിക്കുന്നതിന് വേണ്ടി നല്ല നല്ല പദ്ധതികൾ ആവിഷ്കരിച്ച് ഇന്ത്യയുടെ വികസനം തെരുവുകളില്ലാത്ത ചേരികളില്ലാത്ത ആ മനുഷ്യ വിഭാഗം ഇല്ലാത്ത ഒരു നാളേക്ക് വേണ്ടി, നല്ലൊരു ഇന്ത്യക്ക് വേണ്ടി അതിനുള്ള സംരംഭമാണ് ഏറ്റവും വലിയ വികസനം. അതിനുവേണ്ടി ആ പദ്ധതി നടപ്പിലാക്കുക, ഈ കൊച്ചുമക്കളെല്ലാം ജീവിക്കാൻ അനുവദിക്കുക, എല്ലാവർക്കും ജീവൻ നൽകുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒത്തിരി വേദനയോടെ സങ്കടത്തോടെ ജോസ് മാവേലി.